ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും പകൽ സമയങ്ങളിൽ ഏകദേശം ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രഗ്നൻസി ഹോർമോൺ ശരീരത്തിൽ കൂടിയിട്ടുള്ളവർക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്ന 6 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടിപ്സ് സെലക്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലുള്ള ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം നമ്മുടെ ചാനലിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റും ഒക്കെ വ്യത്യാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള 6 പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ടൊക്കെ പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് പീരിയഡ് ആയി പോകുന്നവരുണ്ട്. അതുപോലെ യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പീരിയഡ് ഡേറ്റിൽ ചെറുതായിട്ടാണ് ബ്ലീഡിംഗ് വരുന്നതെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ പിന്നെയും വിശക്കുന്നത് പോലുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നത്. പ്രഗ്നൻസി ഹോർമോൺ ശരീരത്തിൽ കൂടുന്ന സമയത്ത് ഏകദേശം ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ സമയത്ത് അത് എൻഡ് ആകുന്ന സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് അത്യാവശ്യം നമ്മൾ വയറ് നിറയുന്നത് പോലെ കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വയറ് വിശന്ന് കഴിയുമ്പോൾ വയറിനൊരു എരിച്ചിൽ വരില്ലേ, അതുപോലുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതും HCG ഹോർമോൺ കൂടുന്നതുമാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രൊജസ്ട്രോൺ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഡൈജഷനിൽ വ്യത്യാസം വരികയും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗ്യാസിന്റെ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ വയറ് എരിയുന്നത് പോലുള്ള സെൻസേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാതെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതായത് നട്ട്സ് ഒക്കെ ഉപയോഗിക്കുക ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഫ്രൂട്ട്സ്, മുന്തിരിയോ അല്ലെങ്കിൽ മാംഗോയോ ആപ്പിളോ ഓറഞ്ചോ എന്താണോ അത് നിങ്ങൾ കുറച്ച് നേരം ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുപോലെ സാലഡ്സ് ഒക്കെ ഈ സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫുഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു തീർക്കാതെ 8 മണി 10 മണി 12 മണി 2 മണി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടും നല്ലത്. ഡൈജഷൻ നടക്കുന്നതിന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹങ്കർ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഫുഡ് അവേർഷൻ ആണ്. അതായത് ഇഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ടേബിളിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഫുഡിനോട് ഭയങ്കര ഒരു വിരക്തി നമുക്ക് അനുഭവപ്പെടുക. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡാണെങ്കിലും വേറെ ആര് കുക്ക് ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര അധികം വെറുപ്പ് തോന്നി തുടങ്ങുക. എനിക്ക് ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. അത് മേടിക്കുകയും ചെയ്യും, പക്ഷെ കഴിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ എൻ്റെ ഫുൾ ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ഫുള്ള് ഞാൻ ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. ഒരു ടൈപ്പ് ബിരിയാണി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം പലർക്കും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സ്മെല്ലിനോട് ഒട്ടും തന്നെ താല്പര്യം ഇല്ലാതെ വരിക. നമ്മുടെ ആ ഫുഡ് ഹാബിറ്റൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് ചേഞ്ച് ആകും. ചിലർ വെജിനെ നല്ലോണം ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വെജ് ഭക്ഷണങ്ങളോട് ഭയങ്കര ഒരു വിരക്തി തോന്നും. ചിലർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നോൺ വെജിനോടായിരിക്കും താല്പര്യം കുറവ് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിൻ്റെയും കൂടി ഒരു റീസൺ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹാർട്ട് ബേൺ. തുടക്കത്തിലേ പറഞ്ഞ പ്രഗ്നൻസി ലക്ഷണവുമായിട്ട് ഏറെക്കുറെ മാച്ച് ആയിട്ട് വരുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണിത്. ഇത് നമുക്ക് ആദ്യത്തേൽ നമുക്ക് വയറാണ് എരിയുന്നതെങ്കിൽ രണ്ടാമത്തേൽ നമുക്ക് നെഞ്ചാണ് എരിയുന്നത്. നെഞ്ചരിച്ചിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടെ നെഞ്ചിൽ കൂടി എന്തോ ഒന്ന് തീ പോലെ അല്ലെങ്കിൽ ഒരു ചൂട് പോലെ എന്തോ ഒന്ന് പാസ് ചെയ്ത് പോകുന്നത് പോലെ, അല്ലെങ്കിൽ നെഞ്ചൊന്ന് എരിയുന്ന, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വായൊക്കെ എരിയില്ലേ, നാവൊക്കെ എരിയില്ലേ, അതുപോലെ നമുക്കൊരു എരിയുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ആയിരിക്കും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മുടെ ഡൈജഷൻ നല്ല സ്ലോ ആയിരിക്കും. സ്ലോവിൽ ദഹന പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് കേട്ടോ. ഈ സമയങ്ങളിൽ നിങ്ങൾ അയമോദകം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നതും അതുപോലെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ടൊക്കെ വാക്കിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അത് ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. നമുക്ക് ഫിസിക്കലി ഒരു മൂവ്മെന്റ് കിട്ടുമ്പോഴേക്കും കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും തുടർച്ചയായിട്ട് നിങ്ങൾ എന്താ പറയുക, സോഡ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല. കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ
അതുപോലെ നമ്മൾ ഗ്യാസിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള മെഡിസിൻ ആണെങ്കിലും അതുപോലെ ജലൂസിൽ പോലുള്ള സപ്ലിമെന്റ്സ് ആണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഈ സമയത്ത് എടുക്കാനായിട്ട് പാടില്ല. നേരെ മറിച്ച് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതുപോലെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിംഗ് ചെയ്യാനായിട്ട് നോക്കുക. ഭക്ഷണം കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ കഴിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം ഇതുപോലെ ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നിങ്ങൾ 8 മണിക്കാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അതൊരു 7 മണിക്കെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. കാരണം നിങ്ങളുടെ ബോഡിക്ക് എനർജി റിക്വയർമെന്റ് കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുക. അതിനുശേഷം പിന്നെയും കുറച്ചൊന്ന് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ഹെൽത്തി ആയിട്ട് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കൂടുതലായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നതൊന്നും നമ്മുടെ ശരീരത്തിന് ആ ഒരു ഏർലി സ്റ്റേജിൽ നല്ലതല്ല കേട്ടോ. അടുത്ത നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് തോന്നുക. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ചില ആളുകളൊക്കെ പറയും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തളർച്ചയാണ്, ക്ഷീണമാണെന്നൊക്കെ പറയും. നമുക്ക് ചില ആളുകൾക്കൊക്കെ നമുക്ക് നമ്മളോട് തന്നെ വിരക്തി തോന്നുന്ന സമയമാണ് പ്രഗ്നൻസിയുടെ ടൈം. കാരണം ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല. ഈ ഞാനാണോ നേരത്തെ ഞാനായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി പലരും കടന്നു പോകാറുണ്ട്. ശരിക്കും നല്ല ചുറുചുറുക്കോടുകൂടി വീട്ടിലെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര തളർച്ച ക്ഷീണം വരുന്നു. എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് തോന്നുന്നു. കിടക്കുന്നതേ താമസം ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ശരീരത്തിൽ നടക്കുന്ന ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ആ ഒരു ഹോർമോൺ ചേഞ്ചുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആകുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ടൊന്നും തന്നെ നമുക്ക് ഉണ്ടാവേയില്ല കേട്ടോ. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കും ചിലപ്പോൾ ഈ ഒരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കിടന്ന് റിലാക്സ് ആവാനായിട്ട് നോക്കുക. പക്ഷേ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, പകൽ സമയത്ത് ഒരുപാട് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി അധികം നേരം ഉറങ്ങാനായിട്ട് പറ്റില്ല. രാത്രി ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിനേക്കാളും കൂടുതൽ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ടയർഡ്നെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കിടക്കുക. ഒരു 5-10 മിനിറ്റ് ഒക്കെ നിങ്ങൾ കിടന്ന് ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഒരു ടൈമർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഫോണിൽ. ആ അലാം അടിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അഞ്ചാമതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നോഷിയ അല്ലെങ്കിൽ വൊമിറ്റ് നമ്മൾ ചെയ്യുക. ചില ആളുകൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വാഷ് ബേസിൽ കൊണ്ടേ കൊട്ടാറുണ്ട്. ഇത് എപ്പോഴും നമുക്ക് ഈ ഒരു പ്രഗ്നന്റ് ആകുന്ന ലേഡീസിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള അതിന്റെ സമയം ഒന്ന് മാറിക്കഴിഞ്ഞ് ചിലപ്പോൾ ഗ്യാസ് നല്ലതുപോലെ ബോഡിയിൽ തിങ്ങുന്നുണ്ടാകും. പെട്ടെന്ന് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴേക്കും അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ നന്നായിട്ട് വൊമിറ്റ് ചെയ്യാറുണ്ട്. ചിലർക്ക് എങ്ങനെയെങ്കിലും വൊമിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയിൽ ബോഡി അവരെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട് കേട്ടോ. ഈ 2 സിംറ്റമും പലർക്കും പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ലക്കിലി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് ആവും. പക്ഷെ മറ്റു ചില ആളുകൾക്ക് ഡെലിവറി ഡേറ്റ് വരെയൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വൊമിറ്റിങ്ങേ ഉണ്ടാവില്ല. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് നല്ല വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, മോളായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഒട്ടും തന്നെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല, മോനായിരുന്നു കേട്ടോ. അങ്ങനെ മാറ്റങ്ങൾ ശരീരത്തിൽ നമുക്ക് സംഭവിക്കാം. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ബർപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വായുക്കൂടി ആണെങ്കിലും കീഴ്വായുവായിട്ടും ഗ്യാസ് നന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിയുന്ന നേരത്തെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ എടുത്തത് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് നല്ലതുപോലെ ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോഡാപ്പൊടി കൂടുതൽ ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ അപ്പോൾ ആണെങ്കിലും കൂടുതൽ നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും കുറയ്ക്കുക. അതുപോലെ ഉഴുന്നൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള ടൈം ഇന്റർവെൽസിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അതിന് ഒരുപാട് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ബർപ്പിംഗ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് ഗ്യാസ് ഫോം ചെയ്യുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ചിലർക്ക് കീഴ്വായുവായിട്ടായിരിക്കും അങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ, ഭയങ്കര അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ധാരാളം ഒന്ന് വാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. കീഴ്വായുമായിട്ട് കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാലാസന എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഡൈജഷൻ ഒക്കെ നന്നായിട്ട് നിൽക്കുന്നതിനും അതുപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാനും മോഷൻ നന്നായിട്ട് പാസ് ചെയ്ത് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബോഡിയിൽ ഉണ്ടാക്കും. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് കൈ നമസ്കാരം പറയുന്ന രീതിക്ക് കൈ ചേർത്ത് പിടിച്ചിട്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ ഇരിക്കുക. അതിനുശേഷം നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. മാലാസന എക്സസൈസിന് അറിയാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് മാലാസന എക്സസൈസ് എന്ന് പറയും യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും അറിയാനായിട്ട് സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പ്രഗ്നൻസി നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് നിലത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ബെഡിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞ് നന്നായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ എംബ്രിയോയ്ക്ക് ഫുഡ് മറ്റുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ ഗ്രോത്ത് നിന്ന് പോകുന്ന സിറ്റുവേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.